മോശപ്പെട്ട രീതിയിൽ അദ്ദേഹത്തെ അപമാനിച്ചതിൻ്റെ ഫലമാണ് അദ്ദേഹത്തിന് ഇനിയും ഈ പൊതുജന മധ്യത്തിൽ ഇത്രയും ദിവസം ഒരു ഗ്ലാമർ പരിവേഷത്തിൽ നടന്ന അദ്ദേഹത്തിന് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരെ ചേർത്ത് നിർത്തുന്നതിന് പകരം അവരെ പരസ്യമായി ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീജ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏത് വാർഡിൽ കൊണ്ട് നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാലും നല്ല ജനകീയ മുഖമുള്ള ഈ വാർഡിലെ മെമ്പറെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പാർട്ടിയുടെയും ലക്ഷ്യം. തിരുവനന്തപുരം ആര്യനാട് പഞ്ചായത്ത് വാർഡ് മെമ്പർ ശ്രീജ ആത്മഹത്യ ചെയ്തു. സാമ്പത്തിക ബാധ്യതയാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാണ് നാട്ടുകാരടക്കം പറയുന്നത്. ആര്യനാട് ആശുപത്രിയിൽ നിന്നും ശ്രീജയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി എത്തിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാട് ശ്രീജയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആര്യനാട് മണ്ഡലം പ്രസിഡന്റ് പൊന്മുടി രാജീവനാണ് നമ്മളോടൊപ്പം സംസാരിക്കുന്നത്. വലിയ കടബാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായിരുന്നു ഇത്തരത്തിൽ ഒരു ആത്മഹത്യ? എത്രയായിരുന്നു കടമുണ്ടായിരുന്നത്? CPM ആണ് ഇത്തരത്തിൽ വലിയൊരു ആരോപണമാണ് നിങ്ങൾ എല്ലാവരും ഉന്നയിക്കുന്നത്. എന്താണ് പ്രധാനപ്പെട്ട കാരണം? ഇതിന് ഒന്നാമത്തെ കാര്യം, മകളുടെ വിവാഹവുമായിട്ട് കുറച്ച് സാമ്പത്തിക ബാധ്യത ആൾക്കാരെ വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ സാമ്പത്തിക ബാധ്യത ഉണ്ട്. തിരിച്ച് അതിനുശേഷം അവർക്കെല്ലാം പലിശയ്ക്കാണ് എടുത്തിരുന്നത്. അതിൽ വട്ടിപ്പലിശയ്ക്ക് ഉൾപ്പെടെ എടുത്ത ആൾക്കാരുണ്ട്. ഇതിൽ ഈ പലിശയ്ക്ക് എടുത്തുന്ന ആൾക്കാർക്കുൾപ്പെടെ പൈസ തിരിച്ച് കൊടുത്തുകൊണ്ടിരുന്നു, പലിശ വാങ്ങിച്ച് കൊടുത്തുകൊണ്ടിരുന്നു. തിരിച്ച് അതിനുശേഷം അവളുടെ ഭർത്താവിനും കൂടി ചെറിയ ഒരു ആക്സിഡൻറ്റ് പറ്റി. അതിനും കൂടി ആശുപത്രിയിലായപ്പം അതിനും ഒരു ഭാരിച്ച ചിലവ് വന്നു. അതിൻ്റെ കാരണത്തിൽ 5 മാസം കൊണ്ടും ആർക്കും പലിശ കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പാർട്ടി നേതൃത്വത്തെ ഇത് ബന്ധപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കരുതുന്ന ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു ലോണിന് കരുതുന്നത് ഞാൻ അപേക്ഷിച്ചിരിക്കുന്നു. അത് ഏകദേശം ഇന്നലെ റെഡിയാകുമെന്നാണ് പറഞ്ഞത്. ഇന്നലെ ആയി കാണും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചോദിച്ചപ്പോൾ അവർക്ക് ആകപ്പാടെ 20 ലക്ഷം രൂപയുടെ കടമാണ് പറയുന്നത്. പക്ഷേ പുറത്ത് 40 പറയുന്നു, നമുക്കറിയില്ല. ഈ 20 ലക്ഷം രൂപയും അതിനുള്ള ഈ 5 മാസം കൊണ്ടുള്ള പലിശയും ആൾക്കാർക്ക് കൊടുക്കാനുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതാണ് അതിൻ്റെ സത്യാവസ്ഥയും. തിരിച്ച് ഇതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഈ കോട്ടയ്ക്കകം വാർഡിനെ പ്രതിനിധീകരിച്ച് കഴിഞ്ഞാൽ ജയിച്ച ഒരു മെമ്പറാണ് ഇദ്ദേഹം. കഴിഞ്ഞ 20 വർഷക്കാലം കൊണ്ട് CPMൻ്റെ കുത്തകയായി അടക്കി ഭരിച്ചിരുന്ന ഈ വാർഡിൽ നിന്ന് ഈ മെമ്പർ വിജയിച്ച ഏകദേശം 390 വോട്ടിൽ പരം ഇതിൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അതിൻ്റെ അമർഷമാണ് ഈ ആര്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റിനും മറ്റുള്ള സഹകർക്കും ഉള്ളത് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആര്യനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ 18 വാർഡുകളുണ്ട്. ഈ 18 വാർഡുകളിലും ഏത് വാർഡിൽ കൊണ്ട് നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാലും നല്ല ജനകീയ മുഖമുള്ള ഈ വാർഡിലെ മെമ്പറെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പാർട്ടിയുടെയും ലക്ഷ്യം. അത് തന്നെയാണ് നമുക്ക് ആരോപിക്കാനുള്ളത്. അല്ലാതെ ഈ പൈസ കൊടുക്കും, 30-ാം തീയതിക്കകത്ത് പൈസ കടം തീർക്കാം എന്ന് വാഗ്ദാനം ഉൾപ്പെടെ കരുതി കഴിഞ്ഞാൽ പാർട്ടി ഉൾപ്പെടെ കൊടുത്തിട്ടും അതിനു മുമ്പേ വന്ന് ഈ സമരം ചെയ്യുകയും ഇദ്ദേഹത്തെ വളരെ ഒരു സ്ത്രീ എന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ വളരെ മോശപ്പെട്ട രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ടും വളരെ നികൃഷ്ടമായിട്ട് കരുതി കഴിഞ്ഞാൽ അവരെ ഉപദ്രവിച്ചുകൊണ്ടുള്ള ബോർഡുകൾ, ഫ്ലെക്സുകൾ, അതിലുപരി ഇന്നലെ പ്രതിഷേധ ധർണയും ആര്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ കീഴിലും അതേപോലെ തന്നെ CDSൻ്റെ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞ സുനിത, DYFIയുടെ ഏരിയ സെക്രട്ടറി മഹേഷ്, CPMൻ്റെ നേതാവ് ഷിജി കേശവൻ, ഇവരെല്ലാം ഇത്തരത്തിലുള്ള വളരെ മോശപ്പെട്ട രീതിയിൽ അദ്ദേഹത്തെ അപമാനിച്ചതിൻ്റെ ഫലമാണ് അദ്ദേഹത്തിന് ഇനിയും ഈ പൊതുജന മധ്യത്തിൽ ഇത്രയും ദിവസം ഒരു ഗ്ലാമർ പരിവേഷത്തിൽ നടന്ന അദ്ദേഹത്തിന് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വ്യക്തിയായിട്ട് ഈ ആൾ എന്ന് പറയുന്ന ഈ മെമ്പറെ എൻ്റെ വാർഡിനെ പ്രതിനിധീകരിക്കുന്നതാണ്. ഞാനും ഇന്നലെ പോയി കരുന്ന് കഴിഞ്ഞാൽ കണ്ടതാണ്. അപ്പോൾ നാളെ മുതൽ കരുന്ന് കഴിഞ്ഞാൽ ഓണാഘോഷം ആ പരിപാടിക്കെല്ലാം പങ്കെടുക്കാമെന്ന് വാക്ക് തന്നതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ദാരുണമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ആര്യനാട് ഇന്നലെ നടന്ന ഈ ധർണയിൽ വളരെ നികൃഷ്ടമായിട്ടും നീചമായിട്ടുള്ള പ്രവൃത്തിയാണ് ഉണ്ടായത്. അതൊരു വനിത എന്നുള്ള ഒരു പ്രാതിനിധ്യം പോലും കൊടുത്തില്ല. ഇത് ഒരു ബാങ്കിൽ നിന്ന് കൊള്ളയടിക്കുകയോ പൊതുസ്ഥാപനങ്ങളിൽ നിന്ന് എടുക്കുകയോ ചെയ്തതല്ല. ഒരു ആളിൻ്റെ ആവശ്യത്തിന് സാഹചര്യം കൊണ്ട് കരുന്നു കഴിഞ്ഞാൽ ആൾക്കാരെന്ന വ്യക്തിപരമായിട്ട് കടം വാങ്ങിച്ചതാണ്. ആ കടം തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരുമാണ്. പക്ഷേ അതിന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് കൊടുക്കുമെന്നറിയപ്പോൾ അതിനു മുമ്പ് ഇത് ഒന്ന് നശിപ്പിക്കുക, ഇദ്ദേഹത്തിനുള്ള ജനകീയ പിന്തുണയും നശിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ ഗ്രാമപഞ്ചായത്ത് ഭരണം നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു വക്രബുദ്ധിയും കൂടിയാണ് ഇത് പ്രവർത്തിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എത്ര പേർക്കായിരുന്നു ഈ കടം കൊടുക്കാണ്ടിരുന്നത്? ഏകദേശം 10-14 പേരുണ്ട്. ഏകദേശം 20 ലക്ഷം രൂപയ്ക്കകത്ത് 20 ലക്ഷം രൂപയോ 22 ലക്ഷം രൂപയ്ക്കകത്തുള്ളത് കടം ഉള്ളതായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞത്. കാര്യം എൻ്റെ വിവാഹത്തിന് വേണ്ടിയായിരുന്നു, മകളുടെ വിവാഹത്തിന് വേണ്ടിയും ഭർത്താവിൻ്റെ ആശുപത്രി ചെലവിന് വേണ്ടിയുമാണ് ഈ പൈസ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട്
തന്നെയാണ്. എന്തായാലും ഈ CPI CPMകാർ ഇങ്ങനെ ഫ്ലെക്സ് ഒട്ടിച്ച് നോട്ടീസ് ഒട്ടിച്ച് യക്ഷിയുടെ പടം ചേച്ചിയുടെ മുഖത്ത് ഒട്ടിച്ച് ഇങ്ങനെയൊക്കെയുള്ള പ്രചരണങ്ങൾ നടത്തിയത് കൊണ്ടാണ് ഇങ്ങനെ ആത്മഹത്യാ പ്രവണതയ്ക്ക് ചേച്ചി ഇങ്ങനെ ചെയ്യാൻ കാരണം തന്നെയാണ്. അല്ലാതെ നല്ല തൻ്റെ ഉള്ളൊരു ചേച്ചി തന്നെയായിരുന്നു. പിന്നെ ഇങ്ങനെ സമൂഹത്തിൽ ഇനി ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നതുകൊണ്ട് മാത്രം തന്നെയാണ് ചേച്ചി ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുള്ളത്. ശ്രീജയുടെ ബന്ധുവാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എനിക്ക് വിഷമമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ. അപ്പം ഇത്രയും കടമുള്ളതൊക്കെ നിങ്ങളോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സംസാരിച്ചില്ല? അവളൊന്നും ആരോടും സംസാരിക്കാറില്ല. ഒരു മാന്യമായ ജീവിതം നയിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അതൊക്കെ 2 പെൺമക്കളുണ്ട്. 2 പെൺമക്കളെയും കല്യാണം കഴിച്ചു കൊടുത്ത് ഒരുവിധം മാന്യമായി ജീവിക്കുന്നു. ഭർത്താവിൻ്റെ അസുഖവും ഇളയ മോളെ കല്യാണവും വന്നപ്പോഴായിരിക്കാം ഈ കടം വന്നത്. പക്ഷേ ആദ്യം കണ്ടത് അതറിയില്ല. ഞങ്ങൾ വേറൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബീനയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എന്തെങ്കിലും സഹായത്തിനൊക്കെ ശ്രീജ നിങ്ങളെ സമീപിച്ചിട്ടുണ്ടായിരുന്നു? അല്ല, ശ്രീജയുടെ മരണം ഇന്ന് രാവിലെയാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ശ്രീജ മഹിളാ കോൺഗ്രസിൻ്റെ ബ്ലോക്കിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടാണ് നമ്മൾ പ്രവർത്തിച്ചു വന്നത്. ജനകീയമായിട്ടുള്ളൊരു മെമ്പർ കൂടിയായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞ് അധികാരത്തിലേറിയ ഗവൺമെൻറ്റാണ്. പക്ഷേ പലതരത്തിൽ ഇങ്ങനെ വനിതകളെ പലതരത്തിൽ ആക്രമിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതിന് ഒരിക്കലും നമുക്കത് ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനായിട്ടുള്ളത്. ഒരു സ്ത്രീയുടെ അഭിമാനം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ആരും അടിയറവ് വയ്ക്കാൻ തയ്യാറല്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അങ്ങനെയാണ്. പുരുഷന് കുറച്ചുകൂടി ഒരു പക്വത ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ അത് സമൂഹത്തിൽ ഇറങ്ങാനായിട്ടുള്ള ആ ഒരു ഇത് കാണും. പക്ഷേ ഒരു വനിതയെ സംബന്ധിച്ച് അവരെ ആക്ഷേപിക്കുക, മാനസികമായി പീഡിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. അത് ഒരിക്കലും നമ്മുടെ സമൂഹത്തിന് നിരക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ ചേർത്ത് നിർത്തേണ്ടതിന് പകരം ഒരു വനിതയ്ക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ ചേർത്ത് നിർത്തുന്നതിന് പകരം അവരെ പരസ്യമായി ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീജ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. ഒരു ജനകീയമായ മുഖമായിരുന്നു ശ്രീജയുടേത്. ഏത് വാർഡുകളിൽ കൊണ്ട് നിർത്തിയാലും ശ്രീജയ്ക്ക് അത്രയും സപ്പോർട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഒരു വനിത കടം വാങ്ങിയവർ ആയിരുന്നു CPMനെ സമീപിച്ചതെന്നാണോ പറയുന്നത്? പക്ഷേ എനിക്കത് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. ശ്രീജ അങ്ങനെ ഒരു സംഭാഷണം ഇതുവരെയും നമ്മളോടൊന്നും നടത്തിയിട്ടുമില്ല. കടമുള്ളത് കാര്യവും പറഞ്ഞിട്ടുണ്ടായില്ല? ഇല്ല, വേറെ സംഭാഷണങ്ങളൊന്നും ആ സംഭാഷണത്തിനിടയ്ക്ക് അങ്ങനെയൊന്നും വന്നിട്ടില്ല. പക്ഷേ അതൊരു ബാധ്യതയുണ്ട് എന്നുള്ളത്, എത്ര ബാധ്യതയുള്ള ബാധ്യതയില്ലാത്ത മനുഷ്യരുണ്ടാവില്ലല്ലോ. ബാധ്യത ഉണ്ടെങ്കിലും അത് പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു ജനപ്രതിനിധിയല്ലേ. അപ്പോൾ അവരതിനെ ഉൾക്കൊള്ളുന്നതിന് പകരം അവരെ പരസ്യമായി അപമാനിച്ച അതിൻ്റെ ആ ഒരു മാനസിക പ്രശ്നത്തിലാണ് ശ്രീജ ആത്മഹത്യ ചെയ്തത്. അവർക്കെതിരെ തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇത് എത്രാം തീയതി കൊടുക്കാം അങ്ങനെ എന്തെങ്കിലും ശ്രീജ പറഞ്ഞിട്ടുണ്ടായിരുന്നു? അല്ല, അതും എനിക്കിവിടെ കേട്ടറിവേ ഉള്ളൂ. 30-ാം തീയതി ആ തുക കൊടുക്കാമെന്നുള്ളതാണ് അറിയിച്ചത് എന്നുള്ളതാണ് പറഞ്ഞത്. ഞാനിത് ശ്രീജയെ ഇന്ന് രാവിലെ ഇത് അറിഞ്ഞപ്പോൾ നമ്മുടെ ബ്ലോക്കല്ല പരിധിയിലല്ല വരുന്നതെങ്കിൽ പോലും മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലയുടെ ഉപാധ്യക്ഷ എന്നുള്ള നിലയ്ക്ക് ശ്രീജയെ വ്യക്തമായി അറിയാമെന്നുള്ളത് കൊണ്ടും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളോടൊപ്പം പ്രവർത്തിച്ചൊരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് ഞാനിന്നിവിടെ ഈ സംഭവം അറിഞ്ഞപ്പോൾ ഇവിടെ എത്തിച്ചേർന്നത്. ഇന്ന് രാവിലെയായിരുന്നു ശ്രീജയെ ആത്മഹത്യ ചെയ്ത നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയത്. മകളാണ് ഇക്കാര്യം ആദ്യം അറിയുന്നത്. വലിയ രീതിയിലുള്ള കടബാധ്യത ശ്രീജയ്ക്ക് ഉണ്ട് എന്നാണ് നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ CPM വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ ശ്രീജയ്ക്ക് എതിരായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. പ്ലക്കാർഡുകളൊക്കെ ഒടിച്ചുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് അത് എത്തിയിട്ടുണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് മനം നൊന്താണ് ശ്രീജ ആത്മഹത്യ ചെയ്തത് എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ 30-ന് ഈ ഒരു പണം തിരികെ നൽകാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അതൊന്നും കണക്കിലെടുക്കാതെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് CPM കടന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ആസിഡ് കഴിച്ചാണ് ഈ ഒരു ആത്മഹത്യ ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം റബ്ബർ തോട്ടത്തിൽ റബ്ബറിന് വേണ്ടി ഉപയോഗിക്കാനിരുന്ന ഒരു ആസിഡായിരുന്നു, അതാണ് മരണകാരണം എന്നാണ് പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഈ ഒരു മരണകാരണം എന്നിവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. കൂടാതെ മകളുടെ ഒരു കല്യാണത്തിന് ആവശ്യത്തിന് വേണ്ടിയായിരുന്നു ഇത്തരത്തിൽ ഒരു പണം പലരിൽ നിന്നും ശ്രീജ കടം വാങ്ങിയത്. എന്നാൽ അത് പണം പെരുകി വലിയ രീതിയിലൊരു ബാധ്യതയായി മാറി. അതുകൊണ്ട് ശ്രീജ ഇത് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു 30-ാം തീയതിക്കുള്ളിൽ. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ഈ ഒരു വലിയൊരു ആത്മഹത്യയിലേക്ക് നടന്നു. കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുൻപും ശ്രീജ ഇത്തരത്തിലൊരു ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുറേ ഗുളിക കഴിച്ചായിരുന്നു ശ്രീജ ആത്മഹത്യക്ക് ശ്രമിച്ചത്. പക്ഷേ അതിൽ നിന്നൊക്കെ റിക്കവറായി വരികയായിരുന്നു. അപ്പോഴാണ് വീണ്ടും ഒരു ആത്മഹത്യാ ശ്രമം നടത്തി മരണപ്പെട്ടത്.
എന്തായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ ഒരു നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ക്യാമറാമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.